ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്താലോ. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഇത് രാവിലെ എണീച്ചിട്ട് ദോശയും സാമ്പാറും പാൽ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ വയറൊക്കെ നിറഞ്ഞ സെറ്റായിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോണ സമയത്ത് അമ്മയും അനിയനും കൂടെ എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും അതിലേക്ക് ജോയിൻ ചെയ്തു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസിലായിരുന്നു അമ്മ. അപ്പോൾ ഉച്ചയ്ക്ക് പയർ തോരൻ ഉണ്ടായിരുന്നു, പിന്നെ വെണ്ടയ്ക്കക്കറി ഉണ്ടായിരുന്നു കേട്ടോ. വെണ്ടയ്ക്കക്കറി പിന്നെ ഇവിടെ എന്നും നോൺ വെജ് ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാവും, അല്ലെങ്കിൽ മീൻ ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ മീനാട്ടോ കിട്ടിയത്. ഞാൻ ആദ്യം മീൻ കഴിക്കുമായിരുന്നു, ഇപ്പം ഞാൻ അങ്ങനെ മീൻ കഴിക്കുന്നില്ല. അപ്പം മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ സെറ്റ് ആക്കുകയാണ്. അപ്പം അതിൻ്റെ മസാല ആണിട്ടത്. യൂഷ്വലി എല്ലാവരും പറയണ പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ട് സെറ്റാക്കി മീൻ. പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് പോയിട്ട് ഞാൻ ഫേസ് വാഷൊക്കെ ചെയ്ത് ഞാൻ പുറത്ത് പോകേണ്ട വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫസ്റ്റ് സൺസ്ക്രീൻ ഇട്ടു കേട്ടോ. ഇതില്ലാണ്ട് പുറത്തിറങ്ങാനേ കഴിയില്ല ഗൈസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ എനിക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്, ബട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി ഈ സൺസ്ക്രീൻ. പിന്നെ എന്തൊക്കെ ഇട്ടാലും ഇപ്പോഴത്തെ ചൂടിലൊന്നും കാണില്ല. പിന്നെ സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നേരെ പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് ഹെയർ ഒന്ന് സെറ്റാക്കി ലിപ്സ്റ്റിക്ക് ഇട്ടു കേട്ടോ. ഞാനും അനിയനും കൂടിയിട്ടാണ് പോകുന്നത്. അത് ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പോകുന്നത് ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കടയിലൊക്കെ എത്തി ചിക്കനൊക്കെ മേടിച്ചു. തിരിച്ച് പച്ചക്കറി മേടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് പച്ചക്കറിയൊക്കെ മേടിക്കുന്നത്. അപ്പോൾ വേണ്ട പച്ചക്കറികളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒക്കെ വൈകുന്നേരം കുളിച്ച് റെഡിയായി ഞാനും അമ്മയും അച്ഛനും അനിയനും കൂടെ അമ്മായിൻ്റെ അടുത്ത് പോകണം. അതായത് ഏട്ടൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. സോ ചേച്ചിക്ക് ബിരിയാണി വേണം, നമ്മൾ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാൻ പോകണം കേട്ടോ. ചേച്ചി ബിരിയാണി കിട്ടി ഭയങ്കര ഹാപ്പിയായി സംസാരിച്ചുകൊണ്ടിരിക്കണം എന്തൊക്കെയോ. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നപ്പോൾ ഇതാണ് പാപ്പു അമ്മയുടെയും ലവ് ലാംഗ്വേജ് ഇതാണ്. അവളുടെ ലാംഗ്വേജ് ഇതാണ് കേട്ടോ. കാരണം അവൾക്ക് അമ്മ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു വെച്ചാൽ അവൾക്ക് പറ്റില്ല. അവൾ എന്തോ ഒരു മൂഡ് ഓഫിലിരിക്കും. പിന്നെ അമ്മ വരുമ്പോൾ അവളുടെ ലാംഗ്വേജിൽ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ മാങ്ങ കണ്ടപ്പോൾ മാങ്ങ മുളക് ഇട്ടിട്ട് കഴിച്ചു കേട്ടോ. രാത്രി ഡിന്നർ കഴിക്കായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കത്തെ ബിരിയാണി ഉണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അത് രാത്രി ബിരിയാണിയൊക്കെ കഴിച്ചു, വയറ് നിറയെ കഴിച്ചു. പിന്നെ ചിക്കൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിച്ച് നേരെ റൂമിലേക്ക് വന്നു, കിടന്നുറങ്ങി. അത്രേ ഉള്ളൂ. ടാറ്റാ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.